ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമത്തെ റിമൂവ് ഡെസിമൽസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് പോയിൻ്റ് ആദ്യം ഒഴിവാക്കുക. 3 × 5 എന്ന് വരും. അപ്പോൾ അതിന് ശേഷം മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ. മൂന്നാമത്തത് പ്ലേസ് ഡെസിമൽസ് ഇൻ ആൻസർ. എന്ന് വെച്ചാൽ ആൻസർ കിട്ടിയതിന് ശേഷം പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ആദ്യത്തത് 3 × 0.5. അപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ പോയിൻ്റ് ആദ്യം നമ്മൾ ഒഴിവാക്കാം. പോയിൻ്റ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 × 5 എന്ന് വരും. ഓക്കെ. പോയിൻ്റ് ഒഴിവാക്കുമ്പോൾ 3 × 5. അതിന് ശേഷം മൾട്ടിപ്പിൾ ചെയ്യുക. 3 × 5 15 ആണ് ആൻസർ. ഇനി പോയിൻ്റ് ഇടാൻ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ റൗണ്ട് ചെയ്യുക. എന്നിട്ട് എത്ര നമ്പറാണ് നമ്മൾ റൗണ്ട് ചെയ്തത്? ഒരു നമ്പറാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ 2.5 × 0.5. ഇതിന് നമുക്ക് പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. അപ്പോൾ 25 × 5 എന്ന് വരും. ഇനി മൾട്ടിപ്പിൾ ചെയ്യാം. 5 × 5 25, ബാലൻസ് 2. 5 × 2 + 2 12. ഇനി പോയിൻ്റ് ഇടാൻ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് റൗണ്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് എത്ര റൗണ്ട് ഉണ്ടെന്ന് നോക്കാം. 1 2. അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. അടുത്തത് 115ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 39.4 ഗുണിക്കണം 36. അപ്പോൾ ആദ്യം പോയിൻ്റ് ഒഴിവാക്കാം. 39.4 394 എന്ന് എഴുതാം. 394 ഗുണിക്കണം 36. ഓക്കെ. ഇനി നമുക്കിത് സാധാരണ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി പോയിൻ്റ് ഇടാൻ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് റൗണ്ട് ചെയ്യുക. എന്നിട്ട് എത്ര റൗണ്ട് ഉണ്ട് നോക്കാം. ഒരു റൗണ്ട്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ 85.4 × 2.5. അപ്പോൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. 85.4 ഗുണിക്കണം 25. ഓക്കെ. ഇനി നമുക്കിത് സാധാരണ ഗുണിക്കാം. ഇനി പോയിൻ്റ് ഇടാൻ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് റൗണ്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് എത്ര റൗണ്ട് ഉണ്ടെന്ന് നോക്കാം. 1 2. അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. അടുത്തത് 147ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 86.9 × 3.7. അതിന് നമുക്ക് 869 × 37 എന്ന് എഴുതാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി പോയിൻ്റ് ഇടാൻ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് റൗണ്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് എത്ര റൗണ്ട് ഉണ്ടെന്ന് നോക്കാം. 1 2. അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. നെക്സ്റ്റ് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി എടുത്തിട്ടുണ്ട്. 32.26 ഗുണിക്കണം 1.24. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എഴുതുമ്പോൾ 3226 ഗുണിക്കണം 124 എന്ന് വരും. ഇനി ഇത് ഗുണിക്കാം.
ഇനി പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് റൗണ്ട് ചെയ്യുക. 1, 2, 3, 4. അപ്പോൾ 4 സ്ഥാനം മാറ്റിയിട്ട് ആൻസറിൽ പോയിൻ്റ് ഇടുക. 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻസർ വരുന്നത് 40.0024.